ഒരാൾ ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് സാധിക്കും. അതിൻ്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും. അത്ര ധൈര്യത്തിൽ നിന്ന എന്തായാലും ഞാൻ ഓനെ ഗംഗാവലി പോയാൽ ഇട്ടേച്ച് പോവില്ല. അത് ഞാൻ തീരുമാനിച്ച വിഷയം. എനിക്ക് ഓനെ കിട്ടണം. ഓന്റെ അന്ത്യവിശ്രമം എന്തായാലും ഇവിടെ ഇരിക്കില്ല. ഞാനത് മനസ്സിൽ ഉറപ്പിച്ചത്. ഏത് കടലിന്റെ അടിയിലായിക്കോട്ടെ, പസഫിക് ഓഷന്റെ അടിയിലായിക്കോട്ടെ, അതിന്റെ അടിയിലും ഒക്കെ നമ്മൾ പൊക്കിക്കൊണ്ടുവരും മലയാളികളിൽ നിന്നുള്ള ഒരു ബോധം ഈ വണ്ടി കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. ഇതൊക്കെ ഈ സ്റ്റിക്കർ ചെയ്തതിനൊക്കെ ഞാൻ ചീത്ത പറഞ്ഞ അത് ഇത് സ്ട്രോങ് ആണ്. ഈ സ്ട്രോങ് പറഞ്ഞ സ്റ്റിക്കറാണ് ഞാൻ ചീത്ത പറഞ്ഞ സ്റ്റിക്കറാണ്. വെറും മേലെ ടയർ, ഈ ടയറും ഇത് മാത്രമേ ഉള്ളൂ മണ്ണിന്റെ മേലുള്ളത്. ഈ സ്ട്രോങ് സ്റ്റിക്കർ ആണല്ലോ എന്തോ ഭാഗ്യത്തിന് സ്കൂബ ഡൈവേഴ്സിന്റെ ടോർച്ച് ആ സ്റ്റിക്കർ റിഫ്ലക്ട് ചെയ്തതാണ് ഇതിന്റെ വൈദ്യുതി. ഇനി ഞാൻ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ചെയ്തറിയില്ല. ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. ഇതിപ്പോൾ ഇനി 2 കൊല്ലം കഴിഞ്ഞാലും ഇതിൻ്റെ പിന്നിൽ നിന്നിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടായാലും വേണ്ടിയില്ല, ഞാൻ ഗംഗാവലി പോയുള്ള മണ്ണ് മുഴുവൻ അരിച്ചു പെറുക്കും. അത് ഞാൻ തീർച്ചപ്പെടുത്തിയ കാര്യമാണ്. സമ്പാദിച്ച സ്വത്ത് മുഴുവൻ വിറ്റിട്ടായാലും വേണ്ടിയില്ല, അതിൻ്റെ പിന്നിൽ തന്നെ നിൽക്കാൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെയല്ല തീരുമാനിച്ചത്. നാട്ടിലേക്ക് പോയിക്കോന്ന് തന്നെ തീരുമാനിച്ചു. അത് ഞാൻ പറഞ്ഞതായിരുന്നു. ആ വാക്ക് അമ്മക്ക് പാലിച്ചു കൊടുത്തിട്ട്